നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിക്കാറുണ്ട്. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പലരും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഐ ആം ഗുഡ് ഫോർ നത്തിങ്, ഐ ആം എ ഫെയിലിയർ എന്നൊക്കെ. അതായത് എന്നെ കൊണ്ടൊരു ഗുണവുമില്ല, അതുപോലെ ഞാനൊരു ഭൂലോക തോൽവിയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും കമന്റ് പറയാറുണ്ട്. ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതിനുള്ള കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടർച്ചയായിട്ട് ട്രൈ ചെയ്ത് കാണും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നു, മറ്റുള്ളവർക്കെല്ലാം ഇത് പറ്റുന്നു, എനിക്ക് മാത്രം പറ്റുന്നില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അടുത്തുള്ള അല്ലെ നമ്മളെ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളോട് വന്ന് പറയാം നീ ഒരു ഭൂലോക തോൽവിയാണ്, നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് നമ്മളോട് പറയുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡിസ്കറേജ് ആയി പോകും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളോട് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മളെ ഡിസ്കറേജ് ആക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ പരിശീലകർ എങ്ങനെയാണ് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ സാരമില്ല, അടുത്ത തവണ നീ ഒന്നുകൂടി ട്രൈ ചെയ്യും, അടുത്ത തവണ പുതിയ പുതിയ രീതികൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ പരിശീലകർ പറയാറുണ്ടല്ലേ. അത്തരത്തിൽ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഓരോ അറ്റംപ്റ്റിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും ഇനി എവിടെയാണോ ഫെയിൽ ആയി പോകുന്ന ആ ഒരു ഏരിയയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം, എന്തൊക്കെ മെച്ചപ്പെട്ടതായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ഒരു എനിമിയോട്, ഒരു ശത്രുവിനോട് സംസാരിക്കുന്നത് പോലെയാണ് നമ്മുടെ സെൽഫിനോട് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമ്മൾ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നോക്കി കാണുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ മിസ്റ്റേക്കുകളൊന്നും നമ്മളെ നിർവചിക്കുന്നില്ല, നേരെ മറിച്ച് അത് നമ്മുടെ ജീവിതയാത്രയിലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് മാത്രമാണ്. കാരണം ഗ്രോത്ത് എന്നുള്ളത്, അതായത് വളർച്ച എന്നുള്ളത് ഒരിക്കലും ഒരു വൺ ഡേ പ്രോസസ് അല്ല, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അതെല്ലാവർക്കും അറിയാം അല്ലേ. അത് എവറി ഡേ പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സും ഇങ്ങനെയുള്ള നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം ഓരോ ദിവസങ്ങളിലും നമ്മളെ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു കൺസ്ട്രക്റ്റീവ് വേയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ നമുക്ക് പണിതെടുക്കാനായിട്ട് പറ്റും. ഇല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള നിർവചനമൊക്കെ ആയിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ നേരെ മറിച്ച് ഇന്നലെയേക്കാൾ ഇന്ന് ഏത് രീതിയിൽ എനിക്ക് എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസങ്ങളിലും നമ്മുടെ വളർച്ച ഒരു പ്രോഗ്രസീവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. താങ്ക് യു.